രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനെ കിളികളെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പക്ഷേ ആരും ഉണ്ടാവരുത്, കാരണം ആരെങ്കിലും ഒരു വോയിസ് ഉണ്ടെങ്കിൽ ഇവരപ്പം നിർത്തുന്ന സൗണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വീഡിയോയിൽ അങ്ങനെ ക്യാപ്ചർ ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ഇത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വെള്ളപ്പവും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ പട്ടാണിക്കുറുമാണ് ഉണ്ടാക്കുക, പക്ഷേ ഇന്നിപ്പോൾ മക്കൾ പറഞ്ഞ് പട്ടാണി വേണ്ട, ഉരുളക്കിഴങ്ങിൻ്റെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്ക് പിന്നെ ഉള്ളി വാട്ടിയെടുത്തിട്ട് അതിന് ശേഷം പിന്നെ പച്ചമുളക്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് വാടിയതിന് ശേഷം നന്നായിട്ട് വാടൊന്നും വേണ്ട, ആ ഒരു വൈറ്റ് കളർ പോകരുത്. വൈറ്റ് കളർ പോയിട്ടുണ്ടെങ്കിൽ കറിൻ്റെ ആ ഒരു കളറും മാറും, ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ടോ. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ 2ാം പാൽ എടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ പാലല്ല, 2ാം പാലാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ വാട്ടുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഒരു കഷ്ണം കറുവപ്പട്ട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ഉള്ളിയൊക്കെ ഇടുന്നതിൻ്റെ മുൻപാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വിസിലടിച്ചെടുക്കുക. ഞാൻ 4 വിസിലാണ് കേട്ടോ അടിക്കാറുള്ളത്. പിന്നെ ഇന്ന് വെള്ളപ്പമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വെള്ളപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരുമുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഇത് നമ്മൾ മലപ്പുറക്കാർ ശീദോശ എന്നൊക്കെ പറയും, കാരണം ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഷീ എന്നുള്ളൊരു സൗണ്ടാണ്. അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടി ഒരു വെള്ളം പോലെയാണ്, അതിൻ്റെ നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് അതിൻ്റെ ഒരു പിന്നെ ബാറ്റർ വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ചൊന്ന് ഓയിൽ ഇതാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സംഭവം എനിക്ക് വെള്ളപ്പത്തിനേക്കാളും ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു വരെ ശീദോശ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈഡിലവിടെ വെള്ളപ്പത്തിന് പിന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളപ്പം, ദോശ അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും അത് ചൂടോടെ കഴിക്കാനായിട്ടാണ് ഇഷ്ടം. തളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും ഒരു ഹോട്ടൽ പോലെ തന്നെ. നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മക്കും അതേപോലെ തന്നെ കേട്ടോ. കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തോന്നും. കഴിച്ചിട്ട് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, അങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ആദ്യമൊക്കെ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. ഇപ്പം എനിക്കത് കേട്ടിട്ടില്ലെങ്കിൽ എനിക്കാണ് ഇപ്പോൾ എന്തോ ഒരു തകരാറ് വരിക. കാരണം അത് കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പിന്നെ സുഖക്കുറവാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റം തന്നെ നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്നുകിൽ അതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് ചൂണ്ടിക്കാട്ടാം, അല്ലാതെ നമ്മളിങ്ങനെ ഫുൾ ടൈം കുറ്റം പറഞ്ഞിരിക്കരുത്. അതേസമയം ഒന്നും പറയാതെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വരുത്തണമെങ്കിലൊക്കെ നമുക്ക് ഇവരിങ്ങനെ പറയുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുക. ഇനി അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു നന്നാക്കി വെക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മളെ വെള്ളപ്പവും ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം മോനിക്കാണ് പോകാനുള്ളത്. അപ്പോൾ അവനാണ്